പാലക്കാട് ടു ഊട്ടി ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ എവിടെ എത്തി ചോദിച്ചാൽ ഞങ്ങൾക്ക് തന്നെ അറിയില്ല എവിടെ എത്തി എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഹിൽസൊക്കെ കയറി. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ ലഗേജൊക്കെ ഒന്ന് സെറ്റാണോ നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വണ്ടി നോക്കിയതാണ്. അപ്പോൾ സെറ്റാണ്. അപ്പോൾ ഞങ്ങൾ ഊട്ടി എത്തിയിട്ട് അപ്പോൾ ഞങ്ങൾ പോണത് കോത്തഗിരി വഴിയാണ്. 2 വഴിയുണ്ട്, ഞങ്ങൾ ഈ വഴിയാണ് ചൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ വഴി എന്തൊക്കെ അഡ്വഞ്ചേഴ്സും റൂട്ടൊക്കെ എങ്ങനെയാണെന്നൊക്കെ നോക്കാം. അപ്പോൾ ലെറ്റ്സ് ഫോളോ. അപ്പോൾ ഓക്കെ ഗൈസ്, ഞങ്ങൾ റണ്ണിങ്ങിലാണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം ഊട്ടി എത്തില്ല, കാരണം ഇനിയും ഓടാൻ 30 കിലോമീറ്ററിന് മേലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പതുക്കെ എന്ന് വെച്ചാൽ വളരെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുക. കോത്തഗിരി വരുമ്പോൾ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതാണ് ആ ചെക്ക് പോസ്റ്റ്. ചെറിയ ചെക്കിംഗ് ഒക്കെ ഉണ്ടാവും. ചെക്കിങ് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ലൈസൻസും കാണിച്ചു കൊടുക്കണം, പിന്നെ എവിടേക്കാണ് പോകണമെന്നുള്ള ഡീറ്റെയിലും, പിന്നെ ഈ പാസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പാസ് കാണിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. ചിലപ്പോൾ മാത്രമേ ചോദിക്കുകയുള്ളൂ. അങ്ങനെ ചോദിക്കണമെങ്കിൽ മാത്രം കാണിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ സീനൊന്നുമില്ല. പിന്നെ കോത്തഗിരി വഴി വരുമ്പോൾ ഈ പാസ്, കോത്തഗിരി വഴി ഞങ്ങൾ വന്ന കാരണം കൂടി ഞങ്ങളുടെ അടുത്ത് ഈ പാസ് ചോദിച്ചു. അപ്പോൾ കോത്തഗിരി വഴി വരികയാണെങ്കിൽ ഈ പാസ് ഒന്ന് എടുത്ത് വെക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ അവിടെ തന്നെ എടുക്കുക. ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങൾ മറന്നു. ഈ പാസിൻ്റെ കാര്യം ഞങ്ങൾക്ക് ഓർമ്മയില്ല. ഞങ്ങൾ അവിടെ നിന്നിട്ട് ആകെ 5 സെക്കൻഡ് എടുത്താണ്. ഒന്നുമില്ല, ഈ പാസ് വന്നിട്ട് ഈ പാസ് ഊട്ടി വന്നിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തതിന് പറഞ്ഞാൽ അതിൽ കാണും. അതിൻ്റെ ഡയറക്ഷൻ മാതിരി അത് ചെയ്ത് കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ. വണ്ടിൻ്റെ സെറ്റപ്പ്. അപ്പോൾ നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് കോയമ്പത്തൂരല്ലേ, പാലക്കാട് നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ കേരിയറൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കേരിയറൊക്കെ വെച്ച് കോയമ്പത്തൂരിൽ നിന്ന് കേരിയറൊക്കെ വാങ്ങി, ഗ്ലൗസ് വാങ്ങി, വണ്ടി ഫുള്ള് സെറ്റപ്പ് ആക്കിയിട്ട് ഇതാ നോക്ക്. പിന്നെ ഞങ്ങളിവിടെ അന്വേഷിച്ച് നോക്കിയപ്പോൾ ഊട്ടിയിൽ മഴ പെയ്യേണ്ടതെന്നുള്ള ന്യൂസൊക്കെ കേട്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്ലാസ്റ്റിക് കവറൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ വരുമ്പോൾ പ്ലാസ്റ്റിക് കവറൊന്നും കൊണ്ടുവരരുത് ദയവ് ചെയ്തിട്ട്. ഇങ്ങനത്തെ വലിയ കവർ കൊണ്ടുവരാം, ബോട്ടിലുകളൊന്നും അലോഡ് ചെയ്യില്ല. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി പരിപാടി. ഈ 2 കോഫി, സ്ട്രോങ് കോഫി വിത്ത് പരിപ്പ് വട. അപ്പോൾ ഇത് ഞങ്ങൾ ഒരു ഊട്ടിയിലോട്ട് ഇനി ഒരു 26 കിലോമീറ്റർ 23 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടാവും തോന്നുന്നു. ശ്രദ്ധിച്ചിട്ടില്ല അന്നേരം ഞാൻ. ആ പോണ വഴിയിലൊരു ടേണിങ്ങിലായിട്ട് നല്ലൊരു അടിപൊളി സ്പേസ്. കറക്റ്റ് അതിൻ്റെ ഒരു വീട്ടിലെ മുട്ടമാടിയാണ്. അതിൽ നിന്നാണ് അവർ ഷോപ്പിനുള്ളൊരു ഇതെടുത്തിരിക്കുന്നത്. നല്ല ഷോപ്പ്, നല്ല പരിപ്പടിയുണ്ട്. ഇനി ചായയും കോഫി കുടിക്കുക. നല്ല വ്യൂ, അടിപൊളിയായിട്ട് വ്യൂ കാണിച്ചു കൊടുക്കുക. നല്ല വ്യൂ ആസ്വദിക്കുക. ആസ്വദിക്കുന്നുണ്ടെങ്കിൽ ഒരു പരിപ്പടി എടുത്ത് കടിക്കുക. അപ്പോൾ ഒരു കാര്യം ഞാൻ ഷോപ്പ് കാണിച്ചു തരാം. മാജിക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഊട്ടിക്ക് ഷോപ്പുകൾ ചെറിയ ഐറ്റംസ്, കാരണം അവർക്ക് വലുതായിട്ട് ഷോപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല, സൂപ്പർ മാർക്കറ്റ് മാതിരി വെക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ചെറിയ ഷോപ്പുകളാണ്. അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും തോന്നുന്നുണ്ട് കേട്ടോ. ചായ ഉണ്ടാക്കണം. ഞങ്ങൾ ഇനി ഊട്ടി എത്തിയിട്ടില്ല. ഇവിടുന്ന് ഒരു 7 കിലോമീറ്റർ ഉണ്ട് ഇനി ഊട്ടിക്ക്. എത്തുന്നേ ഉള്ളൂ. ഞങ്ങൾ അതിൻ്റെ ഇടയിലൊരു
ഹോട്ടലൊക്കെ നിർത്തി ചായ ഒക്കെ കുടിച്ചിട്ടാണ് വരുന്നത്. സമയം ആകെ 6:15. ഇവിടുത്തെ ക്ലൈമറ്റ് നോക്കിയാൽ നിങ്ങൾ കോണം കൊണ്ട് മൂടിപ്പോയി. സൺസെറ്റ് അത് കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. അടിപൊളി ക്ലൈമറ്റ് കേട്ടോ, നല്ല തണുപ്പുണ്ട്. ഞങ്ങള് എന്താ പറയാ, കോത്തഗിരി ഒരു ഹാഫ് ആയപ്പോൾ തന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം ക്ലൈമറ്റ് കിട്ടാൻ തുടങ്ങി. നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട്. അടിപൊളി ക്ലൈമറ്റ് കേട്ടോ. ഓടെയൊക്കെ ഇറങ്ങിയിട്ട് വണ്ടികളൊന്നും വരുന്ന നേരം ഇവിടെ കാണും. ഭയങ്കര 12 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ ഒന്നും ഉണ്ടാവില്ല, ഒരു കുട്ടി മനുഷ്യനുണ്ടാവില്ല. നേരേട്ടാ ഇവിടുത്തെ ക്ലോക്കാണ് ഗൈസ്. ഇവിടെയാണ് മാർക്കറ്റ്, ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. പച്ചക്കറി മാർക്കറ്റ്, എല്ലാ മാർക്കറ്റ് സാധനങ്ങളും ഇവിടെയാണ് കേട്ടോ. അങ്ങാടി എന്നൊക്കെ പറയും. ഇതിൻ്റെ ഉള്ളിലേക്ക് പോവാട്ടോ, പച്ചക്കറി മാർക്കറ്റിലേക്ക്. ശരി ഗൈസ്, നമുക്ക് വീട്ടിൽ പോയി ലഗേജ് ഒക്കെ വെച്ചിട്ട് വരാം. ഇവിടെ എൻ്റെ ഒരു മാമാൻ്റെ വീടുണ്ട്. നമുക്ക് ബസ് സ്റ്റാൻഡ് ഇവിടെയാണ്, ഊട്ടി ബസ് സ്റ്റാൻഡ് കേട്ടോ. ഊട്ടി ബസ് സ്റ്റാൻഡ്. നമ്മളിപ്പോൾ പോകുന്നത് ഇത് റെയിൽവേ സ്റ്റേഷനാണ്, ഊട്ടി റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നമ്മളിപ്പോൾ പോകുന്നത് ബോട്ട് ഹൗസ് റോഡാണ് കേട്ടോ. ബോട്ട് ഹൗസ്, കർണാടക ഗാർഡൻ, ആ ഒരു റോഡിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഊട്ടിക്ക് വന്നപ്പോൾ ഈ കാണുന്ന ഷോപ്പിൽ നിന്ന് ഞങ്ങൾ ചോക്ലേറ്റ് കോഫി പൗഡറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ടണ്ടർ പേര്. നല്ല ഫോട്ടോ. നമ്മളെ ഏകദേശം വീട് എത്താറായിട്ടുണ്ട്, കുറച്ച് പോകണം. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നടന്ന് വേണം പോവാൻ. ആ മേലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഇവിടുന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞിട്ടോ. ഇവിടുന്ന് നമ്മൾ ലഗേജൊക്കെ ഇറക്കിയിട്ട് വീട്ടിലേക്ക് പോകണം കേട്ടോ. ഇവിടെ അടിപൊളിയായിട്ടുണ്ടാവും ഇതെല്ലാം കാണാൻ. നാളെ നമുക്കിവിടെ ഒരു ചർച്ച് ഉണ്ട്, നമുക്ക് അവിടെ പോവാട്ടോ നാളെ മോർണിംഗ്. ഇക്ക നോക്ക്, ഇക്ക ഇവിടുത്തെ പാല് വാങ്ങ. ഇക്ക പാല് മെയിൻ റോഡ്. അപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ മാർക്കറ്റ്, ഊട്ടി മാർക്കറ്റാണെന്നാണ് പറയണത്. നമുക്ക് ഊട്ടി പച്ചക്കറി മാർക്കറ്റിലേക്ക് പോവാം. വരൂ, ഒന്നും വാങ്ങാനൊന്നും പോകില്ല, ജസ്റ്റ് നമുക്ക് കാണാം. വേണ്ട, വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗായ്സ്, ഇത് ഞങ്ങളൊരു 2024 ഞങ്ങൾ നടന്ന ഒരു ഊട്ടി ട്രിപ്പായിരുന്നു. അപ്പോൾ ആ ടൈമിൽ തന്നെ ഞങ്ങളത് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ അപ്പോൾ യൂട്യൂബ് ചാനലൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാവരും കാണണം, അടിപൊളി വീഡിയോ ആണ്. അതേപോലെ ഇത് ഫസ്റ്റ് പാർട്ടാണ്, ഇതിൻ്റെ സെക്കൻഡ് പാർട്ടും ഉണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ബൈ ഗൈസ്.